ഉടമ്പടിയുടെ നിയോഗങ്ങൾ തന്നെ രണ്ട് വിധമുണ്ട്. മനുഷ്യ നിയോഗങ്ങളുണ്ട്, ദൈവനിയോഗങ്ങളുണ്ട്. നമ്മളെല്ലാം മനുഷ്യ നിയോഗങ്ങൾ എഴുതിയിരുന്നതുകൊണ്ടാണ് ഈ ഉടമ്പടി പലപ്പോഴും താമസിക്കുന്നത്. അപ്പം ദൈവത്തിന് കൂടി ആ ടേക്കപ്പ് ചെയ്യാനുള്ള കണ്ടൻറ്റ് വൈസ് അതിൻ്റെ അത് കറക്റ്റാണെങ്കിൽ ഇത് പെട്ടെന്ന് ദൈവത്തിന് നിങ്ങൾ ഉടമ്പടി ഇടുമ്പോൾ അപ്പം തന്നെ ദൈവത്തിന് ഇതുകൊണ്ട് എന്ത് പ്രയോജനം നിങ്ങൾ തന്നെ ചോദിക്കണം നിങ്ങളോട്. മനസ്സിലായില്ലേ? നിങ്ങൾ ILTC പഠനം പുരാടം വിൽക്കണം, കല്യാണം കഴിക്കണം എന്നൊക്കെ പറയുമ്പോഴേ അപ്പോൾ ദൈവത്തിന് ചോദ്യം ചോദിക്കാനുള്ള പൊസിഷൻ ഉണ്ടല്ലോ, ഇതുകൊണ്ട് എന്താണ് സ്വർഗത്തിന് പ്രയോജനമെന്ന്. അപ്പോൾ സീറോ ബെനിഫിറ്റ്സ് ആണെങ്കിൽ പിന്നെ വൈ ഷുഡ് ഗോഡ് ടേക്ക് അപ്പ് യുവർ മാറ്റർ? അതാ പ്രശ്നം. അതിനെ ചെക്ക് വെച്ചുകൊണ്ടാണ് അച്ഛൻ എഴുതിയിരിക്കുന്നത്. രണ്ടാമത് അച്ഛൻ നിയോഗം എന്താണെന്നറിയാമോ? വിശ്വാസത്തോടെയും. അപ്പം അച്ഛനല്ലേ എന്നിട്ട് എഴുതിയിരിക്കുന്നത് എന്താണ്? നല്ല വിശ്വാസത്തോടെയും വിശ്വസ്തയോടെയും ജീവിക്കാൻ അനുഗ്രഹിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. അതാണ് അതായത് വിശ്വസ്തത എന്ന് പറയണത്. ഇപ്പം നിങ്ങൾ വിവാഹ ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. വിവാഹ ജീവിതം നയിക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനും അലക്സച്ചനും കൂടി ഒരു വീട്ടിൽ പോയി. അപ്പം ഞങ്ങളെ കുറേ സഹായിക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് നിരത്താനൊക്കെ അങ്ങനെയൊക്കെ കുറേ JCB ഉണ്ട്. 2005 ബന്ധമാണ്. ഇപ്പം മകളെ കല്യാണത്തിൻ്റെ സമയപ്പോൾ കല്യാണത്തിന് വിളിച്ചപ്പോൾ കല്യാണത്തിന് പോകാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ജസ്റ്റ് സമയം കിട്ടിയപ്പോൾ ആ വീടൊന്ന് പ്രാർത്ഥിക്കാൻ പോയി. അപ്പം ഞാൻ ആ മകളോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കെട്ടാൻ പോണ പെണ്ണിനോട് അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ്, അതായത് ഇതെന്ന് പറയണത് നമുക്ക് ഇപ്പോഴേ എല്ലാ ആൾക്കാർക്കും ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മണവും ഗുണവും മാറണമെങ്കിൽ പണ്ട് കല്യാണത്തിന് മണവും ഗുണവും പറയണമെങ്കിൽ 5 കൊല്ലം എടുക്കും. ഇന്ന് 5 ദിവസം മതി ഇത് മാറാൻ. അത്രയേ ഉള്ളൂ. ടൈം എന്ത് കുറഞ്ഞു. മണവും ഗുണവും എന്നൊക്കെ പറയുന്നത് നാട്ടുകാരുടെ ഭാഷയാണത് കേട്ടോ. അതേ നമ്മളെ പിടിച്ചു നിർത്തുന്ന ആകർഷകമായ അട്രാക്റ്റീവ്നെസ്, അതാണ് മണവും ഗുണവും എന്ന് പറയുന്നത്. പണ്ടത്തെ അമ്മമ്മമാരുടെ ഭാഷ. കല്യാണത്തിന് മണവും ഗുണമൊക്കെ മാറണമെങ്കിൽ പണ്ട് 5 കൊല്ലമൊക്കെ എടുക്കുമായിരുന്നു. ഇപ്പം 5 ദിവസം എടുത്താൽ മതി. അതിൻ്റെ കാരണം എന്താ? അതുകൊണ്ട് തന്നെ ഇത് ഡേഞ്ചറസ് പോയിൻ്റാണ്. പിരിയുന്നവർക്ക് പിരിയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പിരിയാതിരിക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണ്? ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഞാൻ ജീവിത പങ്കാളിയെ സ്വീകരിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം അവൻ്റെ നാമത്തിലാകുമ്പോൾ വിശ്വസ്തത ഇതിൻ്റെ മെയിൻ സംഭവമാണ്. ഉടമ്പടി വർക്ക് ചെയ്യണത് വിശ്വാസമല്ലേ? നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടാണ്. വിശ്വാസമില്ലാതെ നമ്മൾ ഇവിടം വരെ വരുമോ? ഇത് തിരിച്ചു പോകണത് എന്താണ്? വിശ്വസ്തതയിൽ വളരാനാണ് തിരിച്ചു പോണത്, വിശ്വാസം വളരാനല്ല. നിങ്ങൾ വരണത് വിശ്വാസത്തിൽ ആണ് പോണത് വിശ്വസ്തതയിൽ വളരാനാണ് പോണത്. എന്താണ്? നിങ്ങൾ ഒരാളെ കൂടി ചേർത്തിട്ടുണ്ട്. ആരാണ്? ബയലാറ്ററൽ എഗ്രിമെൻ്റാണ്. കർത്താവുമായിട്ട് നിങ്ങൾ ഉഭയകക്ഷി സമ്മതമാണ്. ഇനി നിങ്ങൾ തമ്മിലുള്ള വിശ്വസ്തതയുടെ പോയിൻ്റുണ്ട്. അപ്പോൾ വിശ്വസ്തത എന്ന് പറയണത് അത് എല്ലാ ജീവിതത്തിലും ദൈവവുമായിട്ടുള്ള എല്ലാ കല്യാണത്തിലുള്ള വിശ്വസ്തത എന്താണ്? ദൈവം യോജിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ അത് മനുഷ്യൻ വേർപിരിക്കരുതെന്ന് പറയണത്. ദൈവം യോജിപ്പിച്ചത് കൊണ്ടാണ്. ഇപ്പം PR ഉണ്ടാകുന്ന അവിടെ ചെന്നപ്പോൾ അമേരിക്കയിൽ ചെന്ന് പറഞ്ഞ് ഇയാൾക്ക് PR ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഉടനെ അടുത്ത ടിക്കറ്റ് എടുത്ത് നാട്ടിലോട്ട് പോകുന്നു. അവൾക്ക് PR ഇല്ല. PR എന്ന് പറഞ്ഞാൽ ഉടനെ പിരിയണേ ഇതൊക്കെ. അപ്പം നീ എന്തിനാണ് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വന്ന് നിന്നത്? ഇയാൾക്ക് PR ഉണ്ട്, അതുകൊണ്ട് കല്യാണം കഴിക്കണം എന്നാണ് പറയണത്. അപ്പം ഇങ്ങനെയുള്ള കാപഠ്യ മുഖങ്ങളുണ്ട്. ഒരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞേക്കാം, ഒന്നുറങ്ങിയ നേരം വെളുക്കത്തില്ല. നിങ്ങൾ ദൈവത്തിനെ വഞ്ചിച്ച് സാമ്പത്തികമായ വയറ്റിപ്പിഴപ്പിൻ്റെ പേരിലാണ് വിവാഹിതരായെങ്കിൽ ഒരു വ്യക്തി ദൈവത്തിനെ അറിഞ്ഞ വ്യക്തി ജീവിക്കുമ്പോഴേ കുറച്ച് പേയ്മെൻ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. നിങ്ങൾ ഓർക്കരുത്, ഇത് ഈ കുരിശുരൂപം എന്തിനാണ്? ഞാൻ എല്ലാവരും കുരിശുരൂപം വേണ്ട, കുരിശ് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുരിശ് മതി കുരിശുരൂപം വേണ്ടെന്നൊക്കെ പറയുമ്പോഴും ഞാൻ എന്താണ് വലിയ കർത്താവിന് ഇങ്ങനെ കുരിശ് തറച്ച് അൾത്താറയിൽ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിരിക്കണത് എന്തിനാണ്? പേയ്മെൻ്റാണിത്. ക്രിസ്തുവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ യാത്ര ആലപ്പുഴ വരെയല്ല, അതെവിടെയാണ്? നിത്യത വരെയാണ്. നിത്യത വരെയുള്ള യാത്രയ്ക്ക് പേയ്മെൻ്റ് ഉണ്ടെന്നാണ് ഈശോ പറഞ്ഞത്. ചില പ്രയാസങ്ങളും ചില പീഡാസഹനങ്ങളും ഈ ജീവിതത്തിൽ വരുമ്പോഴേ ക്രിസ്തുവിൻ്റെ നാമത്തിലെടുക്കുന്നതാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. വിശ്വസ്തത എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്ന വിശ്വസ്തതയല്ല. നിങ്ങൾ വ്യക്തികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന വിശ്വസ്തതയല്ല. മറിച്ച് എന്താണ്? നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ നാമത്തിലെടുത്തിട്ടുള്ളത് കൊണ്ടാണ് വിശ്വസ്തത എന്ന് പറയണത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമം എന്ന് പറയുമ്പോൾ നിങ്ങൾ നിത്യത വരെയാണ് സംരക്ഷിക്കുന്നത്. നിത്യത വരെയാണ് സംരക്ഷിക്കുന്നത്. നിങ്ങളൊരു കൊച്ചു ജനിച്ചു കഴിയുമ്പോൾ നിങ്ങൾ കണ്ണീരോടെ അതിൻ്റെ ജ്ഞാനസ്ഥാന സമയത്ത് മുട്ടുകുത്തി കർത്താവിനോട് പറയണം, ഈ കുഞ്ഞിനെ വളർത്തി
പുണ്യവതിയാക്കി പുണ്യവാനാക്കി വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി അൾത്താറെ വരുമ്പോൾ അന്ന് ഞങ്ങൾ രണ്ടുപേരും കർത്താവിൻ്റെ മുമ്പിൽ ഒരുമിച്ചുണ്ടാകണമെന്ന്. മനസ്സിലായില്ലേ? കർത്താവ്